അതിലെല്ലാവരും ആക്റ്റീവ് ഒക്കെ സൗബിന് ബാസി എല്ലാവരും ഫസ്റ്റ് ഓഫ് ഫെബ്രുവരി. ഇത് പറയാനൊന്നുമില്ല, ബേസിലാണ് ട്രൂ സ്റ്റോറിയാണ്. അവർ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാർക്കുള്ള പടം കൊള്ളാം. നല്ല പടം. പടം കൊള്ളാം, നല്ല പടമാണ്. നല്ല സിനിമാറ്റോഗ്രാഫി, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനെല്ലാം നല്ല റോളാണ്. പിന്നെ മലയാളത്തിൽ ഇതുപോലൊരു പടം ഇല്ല, ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫീൽ ഗുഡ് മൂവി. ഓഡിയൻസിന്റെ ക്ലാപ്സ് ഒക്കെ പടം നൈസായിരുന്നു, കുഴപ്പമില്ല. നല്ല എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. രക്ഷയില്ല, നല്ല സസ്പെൻസ് ആണ്. നല്ല പടമായിരുന്നു. സർവൈവൽ ത്രില്ലർ ജോണറാണ്. മലയാളത്തിൽ മലയും കുഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്. അടിപൊളി മൂവി അതെനിക്ക് പറയാനുള്ളൂ. മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും ക്യാമറ എഡിറ്റിംഗ് ആർട്ടിസ്റ്റുകളെല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും ബോറാക്കിയിട്ടില്ല. ചിദംബരത്തിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ മൂവിയാണ്. എനിക്ക് ജാനി മന്നിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ് മഞ്ഞുമൽ ബോയ്സ്. കാരണം അത്രയും ഓരോ നിമിഷവും എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ പടത്തിന് നൽകുന്നുണ്ട്. അതാണ് എനിക്ക് പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാം മികച്ചു നിൽക്കുന്ന ഒരു സാധനം തന്നെ. അതെ, പോസ്റ്റർ വന്ന വേറൊരു ഹൈപ്പായിരുന്നു. അത് എന്താണ് സബ്ജക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയുള്ളത്. ട്രെയിലർ വന്നപ്പോൾ സർവൈവലാണെന്ന് മനസ്സിലായി. ഞാനൊരു ആവറേജ് നിൽക്കുമെന്ന് വിചാരിച്ചാണ് പടം കാണാൻ വേണ്ടി കയറിയത്. പക്ഷേ അതിനെക്കാട്ടി മേലെ നിൽക്കുന്ന ഒരു വർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കരഞ്ഞു, പുറമേ ഒന്നും വന്നില്ല. പക്ഷേ എന്താ ഒരു ഇപ്പോഴത്തെ ഈ കാലത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ ഒരു ചവിട്ടുകുട്ടയിൽ ഇടുന്ന ഒരു സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവനെ കൂടെ ജോയിൻ ചെയ്യാൻ തോന്നിപ്പോയി. കാരണം അങ്ങനത്തെ രീതിക്കാണ് ആ ഒരു തുടക്കം തൊട്ട് ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് നമ്മൾ ആ ഗ്യാങ്ങിൻ്റെ കൂടെയാണ് ആ ഒരു ട്രിപ്പിന് പോയി അവിടെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നൊരു ഫീലാണ് കിട്ടിയത്. അങ്ങനെ ഒരു ഫീല് ഒരു ഡയറക്ടറിന് തരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയം തന്നെയാണ്. അത് ചിദംബരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞു, പുറമേനെ കാണിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞു. ഞാൻ അത്യാവശ്യം കുറേ സീൻസിന് കൈയടിച്ചു. കാരണം അത്രമാത്രം ഒരു വിഷ്വലി സാധനം നമ്മൾ ഒരുപാട് ഫീൽ ചെയ്തു. നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ പെട്ടെന്ന് ഫീൽ തോന്നിപ്പോയി. അങ്ങനത്തെ ലെവലാണ് ചെയ്തത്.